ആണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഷെയർ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഇറാൻ കോൺഫ്ലിക്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിലേക്ക് നടന്നേക്കാം നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ പ്രശ്നമുള്ള അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് പൈസ പിൻവലിച്ചേക്കാം. സ്വാഭാവികമായി മാർക്കറ്റ് കുറച്ചു കാലത്തേക്ക് വോളറ്റാലിറ്റി കൂടുകയും പല ഷെയറുകളുടെയും വില താൽക്കാലത്തേക്കെങ്കിലും ഇടിഞ്ഞെന്നിരിക്കാം. രണ്ടാമത്തെ കാര്യം, ചില സെക്ടറുകൾക്ക് കൂടുതൽ ബാധിച്ചേക്കാം, പ്രത്യേകിച്ച് ബാധിച്ചു, കാരണം എക്സ്പെൻസ് കൂടുകയാണ്. രണ്ടാമത്തെ രീതിയിൽ ഓയിൽ കമ്പനികളുടെ ഷെയർ ഒരുപക്ഷെ താൽക്കാലികമായി കയറിയേക്കാം, വില കൂടുന്നതുകൊണ്ട് അത് താൽക്കാലികമായി പ്രോഫിറ്റിലേക്ക് വരുന്നതുകൊണ്ട്. അതുപോലെ ഓയിലിനെ സംബന്ധിച്ച് പൈസ നിൽക്കുന്ന പെയിന്റ് കമ്പനികളുടെ വിലയും സ്വാഭാവികമായി വില ഇടിഞ്ഞേക്കാം. ഏവിയേഷൻ കമ്പനികളുടെ ഇപ്പം വ്യോമഗതാഗതം കുറച്ചായതുകൊണ്ട് ഏവിയേഷൻ കമ്പനികളുടെ വില താൽക്കാലികമായി ഒന്ന് അസ്ഥിരപ്പെട്ടേക്കാം. ഡോളർ റേറ്റിൽ അസ്ഥിരത വരുന്നതുകൊണ്ട്, ഡോളർ റേറ്റ് കൂടുന്നത് കൊണ്ട്, ഇന്ത്യൻ റുപ്പിയുടെ വില കുറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാം? എക്സ്പോർട്ട്, പ്രത്യേകിച്ച് IT മേഖലയിൽ IT കമ്പനികൾക്ക് ലാഭം കൂടിയേക്കാം. പക്ഷേ IT മേഖല ഇപ്പോൾ മറ്റുള്ള രീതിയിലുള്ള അസ്ഥിരത തുടരുന്നതുകൊണ്ട് അത്രമാത്രം പ്രാവർത്തികമാകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മറ്റുള്ള ഒരു സെക്ടർ ഡിഫൻസ് സെക്ടർ സ്വാഭാവികമായി ഈ കാലയളവിൽ പ്രത്യേകിച്ച് ഓർഡർ ബൂസ്റ്റിംഗ്, ഗവൺമെന്റ് സപ്പോർട്ട് ഉള്ളത് ഒരുപക്ഷെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പൊതുവെ നമ്മൾ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികൾ, ഡിഫൻസ് കമ്പനികളും ലാഭം കൂടാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ മറ്റുള്ള സെക്ടർ പൊതുവെ ഒരു അനിശ്ചിതത്വത്തിൽ തുടരാനാണ് സാധ്യത അധികം. രണ്ടാമത്, ഗോൾഡ് ആൻഡ് സിൽവർ, ഒരു സുരക്ഷിത മേഖല നിലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ ഗോൾഡിൽ ചെയ്തേക്കാം. ഇതുപോലെയുള്ള അനിശ്ചിത കാലഘട്ടത്തിലും ഗോൾഡിന്റെ വില ക്രമാതീതം ഉയർന്നിട്ടുണ്ട്. അപ്പൊ ഗോൾഡിന്റെ വില ഉയരാനാണ് സാധ്യത. അതിന്റെ പുറംപിടിച്ച് വെള്ളിയുടെ വിലയും കൂടിയേക്കാം. പക്ഷേ വലിയൊരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഗ്ലോബൽ ഈ പ്രശ്നങ്ങൾ തുടർന്നു പോവുകയാണെങ്കിൽ ഒരുപക്ഷെ വെള്ളിയുടെ വില കൂടുതൽ വോളറ്റാലിറ്റി കൂടിയേക്കാം. ഈ രീതിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു ദീർഘകാല നിക്ഷേപകനെ ഒരു രീതിയിലും ബാധിക്കുന്നില്ല. ദീർഘകാല നിക്ഷേപം ഇതൊരു അവസരം കൂടിയാണ്. പല മ്യൂച്വൽ ഫണ്ട് NAV ആവറേജ് ചെയ്യാനും ഷെയറുകൾ വാങ്ങാനുമുള്ള ഒരു അവസരമായി ഒരുപക്ഷെ ഇത് ഉപയോഗിച്ചേക്കാം. പക്ഷെ ഷോർട്ട് ടൈമിൽ കളിക്കുന്നവർക്ക് ഇത് വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇതുപോലെയുള്ള ഫിനാൻഷ്യൽ ടിപ്പ് അറിയാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ പേര് അലക്സിയോസ് കുര്യൻ. മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ച് കൂടുതൽ അറിയാനും വാങ്ങാനും വേണ്ടി തീർച്ചയായും എന്നെ ബന്ധപ്പെടാം. താങ്ക് യു. ഇൻവെസ്റ്റ് ചെയ്യൂ. 2-3 കൊല്ലത്തിന് ശേഷം ഈ അവസരം ഉപയോഗിച്ചു എന്ന് ചാരിതാർത്ഥ്യത്തോടെ നമുക്ക് ചിന്തിക്കാം. താങ്ക് യു.